കേരള സർവകലാശാല കലോത്സവ കോഴക്കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി. കേസിലെ ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്തുവെന്നും സമാനമായ അവസ്ഥയിലാണെന്നും ഹർജിക്കാർ വാദിച്ചു. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അശ്വൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഏത് സാഹചര്യത്തിലാണ് ഈ കോഴക്കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുന്നത്? പ്രവിധ രണ്ടുപേരാണ്, നൃത്യാധ്യാപകരായ രണ്ടുപേരാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന്റെ വാദമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. ഏറ്റവും പ്രധാനമായി ഇതിൽ ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് പ്രതികൾ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. അതിന് പിന്നാലെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്ത അതേ അവസ്ഥയിൽ തന്നെയാണ് തങ്ങളും ഉള്ളത് എന്ന് ഈ പ്രതികൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രതികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകണം എന്നുള്ള ഒരു ആവശ്യം കൂടി അവർ കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ മുൻകൂർ ജാമ്യത്തിൽ സർക്കാരിന്റെ നിലപാടാണ് കോടതി തേടിയിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഹർജി നാളെ വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോയി, ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ഈ ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. പ്രവിധ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.